അഭിലാഷ് തുടരണം. കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് അവിടെ നടന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രസംഗമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. അതിനു മുൻപ് ലഡാക്കിലെ സംഘർഷം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. വാങ്ചൂക്ക് പരിസ്ഥിതി പ്രവർത്തകൻ, ലഡാക്ക് സംഘർഷ നായകൻ എന്ന് അറസ്റ്റിലാകുന്നതാണ് സോനം വാങ്ചൂക്ക്. ലേ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട ഇയാൾ നിരാഹാരം കടന്നിരുന്നു. ആളുകളെ തിരവിലിറക്കിയ എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആരോപണം. ബുധനാഴ്ച ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് പോലീസ് ഇടപെടലിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ ഒരു പരിഹാര ശ്രമത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ലഡാക്കിലെ സംഘടനകളുമായി, അതും ലേ എപ്പെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകളുമായുള്ള ചർച്ചകൾ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തുപോയാണ്. അഭിലാഷ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഈ സോനം വാങ്ചൂക്കിനെ മാറ്റിയെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതെ രഞ്ജിത്ത്, ഇപ്പം സോനം വാങ്ചൂക്കിനെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷാ ഭീഷണി എന്നുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സോനം വാങ്ചൂക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും നമുക്ക് പുറം ലോകത്ത് ഉടൻ തന്നെ ലഭിച്ചെന്ന് വരില്ല. കാരണം അജ്ഞാത കേന്ദ്രത്തിലേക്കാണ് അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഈ ലഡാക്ക് എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ഇന്ത്യയും ചൈനയും ായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഗൽവാൻ താഴ്വരയിൽ 20ഓളം ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടക്കുന്നത്. ഈ പ്രക്ഷോഭത്തിന് തൊട്ട് മുമ്പ് ഈ സോനം വാങ്ചൂക്കിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അതായത് ഇവിടെ നടക്കുന്നത് ജെൻസി പ്രക്ഷോഭമാണ്. അതായത് 15നും 27നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ആളുകളാണ്, യുവാക്കളാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ അത് പിൻവലിച്ചെങ്കിലും ആ പ്രസ്താവനയുടെ ആഴം വളരെ വലുതാണ്. കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നേപ്പാളിൽ ഇത്തരത്തിൽ ജെൻസി യുവാക്കൾ ഇറങ്ങുകയും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയും ഒടുവിൽ അതൊരു കലാപമായി അത് അവിടുത്തെ രാജ്യത്തെ സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ആ ഒരു ടേണിലേക്ക്, ആ ഒരു ഇത് പിടിച്ചിട്ട് ഇവിടെയും കൊണ്ടുവരാനുള്ള ഇവിടെയും ഇത്തരത്തിലൊരു കലാപശ്രമം കൊണ്ടുവരാനുള്ള നീക്കം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സമരം തുടങ്ങുന്നത് ഇപ്പോഴല്ല. 2023 മുതൽ അല്ലെങ്കിൽ 2022 മുതൽ തന്നെ അവിടെ ലഡാക്കിലുള്ള ആളുകൾക്ക് സംസ്ഥാന പദവി, ലഡാക്കിനെ ഒരു പ്രത്യേക സംസ്ഥാനമായി കണ്ട് അവർക്ക് 6th ഷെഡ്യൂളിൽ, അതായത് ഗോത്രവർഗ ഒരു പരിഗണന കൂടി ലഭിച്ചുകൊണ്ട് അവരെ അങ്ങനെ ഉൾപ്പെടുത്തി അവർക്കൊരു സംസ്ഥാന പദവി നൽകണമെന്നൊരു ആവശ്യം പണ്ട് തൊട്ടേ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2023 ഒരു സമിതി രൂപീകരിച്ചെങ്കിലും ആ സമിതിക്ക് ഇത്തരത്തിൽ ഒരു സംസ്ഥാന പദവി നൽകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അതിനുശേഷം 2024 ഇത് ലേ അപ്പെക്സ് ബോഡി തുടങ്ങിയിട്ടുള്ള സംഘടനകൾ, കാർഗിൽ അലയൻസ്, ഡെമോക്രാറ്റിക് അലയൻസ് തുടങ്ങിയിട്ടുള്ള സംഘടനകൾ അവിടെ നിരാഹാര സമരങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2025 കഴിഞ്ഞ സെപ്റ്റംബർ 10-നാണ് വീണ്ടും അവരൊരു സമരത്തിന് ഇറങ്ങിയതും ഈ സമരത്തിനിടെ 15ഓളം ആളുകൾ നിരാഹാര സമരം കിടന്നവർ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ഇതിനെ തുടർന്നാണ് സോനം വാങ്ചൂക്ക് തൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ച് ഒരു ബന്ദ് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ ബന്ദ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ബുധനാഴ്ച വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്കും അതൊരു പ്രക്ഷോഭത്തിലേക്ക് മാറുകയും 4 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അവിടെ ലഡാക്കിലെ BJPയുടെ ഓഫീസ് അടക്കം, ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് അടക്കം നിരവധി സർക്കാർ സ്ഥാപനങ്ങളെല്ലാം അവിടുത്തെ കലാപകാരികൾ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ തല്ലി തകർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് അവിടെ ഒരു കർഫ്യൂ പ്രഖ്യാപിക്കുകയും സോനം വാങ്ചൂക്കിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ന്യായമാണ് രഞ്ജിത്ത്. കാരണം അവിടെ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ശരാശരി എന്ന് പറയുന്നത് 10% ആവറേജ്. എന്നാൽ ലഡാക്കിൽ വന്ന് 22% മുകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അവർക്കൊരു സ്വയംഭരണ അവകാശം പറഞ്ഞ് അവർക്ക് അറ്റ്ലീസ്റ്റ് പോണ്ടിച്ചേരി പോലെയെങ്കിലും ഒരു അവർക്ക് വേണ്ടിയിട്ടൊരു മന്ത്രിയും ഒരു മന്ത്രിസഭയും ഒരു നിയമസഭയൊക്കെ വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ലേയും കാർഗിലും 2 ലോക്സഭാ മണ്ഡലങ്ങളായിട്ട് അംഗീകരിക്കണമെന്ന് അവർക്ക് ആവശ്യമുണ്ട്. ഇത്തരത്തിൽ ആവശ്യം വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും അത് നടപ്പിലാക്കാനും അവർക്കൊരു സർക്കാർ വേണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം ഈ ഗൽവാൻ തന്ത്രപ്രധാനമായ മേഖല ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിന് ഇപ്പോഴും തടയിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ സോനം വാങ്ചൂക്കിന്റെ അറസ്റ്റിന് ശേഷവും കേന്ദ്ര സർക്കാർ അവിടുത്തെ ലേ അപ്പെക്സ് ബോഡിയുമായിട്ടും കാർഗിൽ അലയൻസ്, ഡെമോക്രാറ്റിക് അലയൻസ് ആ സംഘടനയുമായിട്ടും അവിടെ നിരന്തരമായി ചർച്ചകൾ തുടരുകയാണ്. അവരുടെ ആവശ്യത്തെ ഏത് രീതിയിലാണ് പരിഗണിക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അഭിലാഷ്, ലഡാക്കുമായി ബന്ധപ്പെട്ടത്. നമുക്കിന്ന് കേരളത്തിലേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് മടങ്ങി വന്നാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട അറസ്റ്റ് ഇന്നുണ്ടായി. ജാമ്യവും കിട്ടി. ഷാജഹാന് ജാമ്യം.
കെ എം ഷാജഹാന് ജാമ്യം. എറണാകുളം CJM കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 25,000 രൂപയുടെ ബോണ്ട്. സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത് എന്നൊക്കെ കോടതി പറഞ്ഞു. എങ്കിൽ പോലും പോലീസിന് വളരെ കൃത്യമായ മുന്നറിയിപ്പ് കൂടി കോടതി ജാമ്യം ബന്ധപ്പെട്ടുള്ള പരാമർശത്തിലുണ്ടായി. എന്ത് FIR ഇട്ട് മണിക്കൂറുകൾക്കകം ഷാജഹാനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു, അതിൻ്റെ കാരണം കോടതി ചോദിച്ചു. അറസ്റ്റ് ചെയ്യാനുള്ള ചെങ്ങനാട് SIയുടെ അധികാരം എന്താണ് എന്നത് കോടതി ചോദിച്ചു. അങ്ങനെ ഷാജഹാന് ആശ്വാസകരമായ ഒരു വിധി അത് വളരെ പ്രധാനമായി ഇന്ന് പുറത്തു വരികയുണ്ടായി. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇന്നിപ്പോൾ ഷാജഹാനെ രാവിലെ ഷാജഹാന്റെ വീട്ടിൽ, അതായത് ആക്കുളത്തെ വീട്ടിൽ വന്ന് റെയ്ഡ് നടത്തുന്നു. വളരെ പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, കോടതിയിലേക്ക് എത്തിക്കുന്നു. അവിടെ കോടതിക്ക് സംശയങ്ങളുണ്ട്. ഇത്ര പെട്ടെന്ന് രാജ്യത്ത് ഒരുപാട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഷാജഹാനെതിരെ മാത്രം എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. എന്താണ് അതിന് പ്രോസിക്യൂഷന്റെ മറുപടി? CPM നേതാവ് KJ ഷൈനെതിരായ ഈ അപകീർത്തിപരമായ പ്രചരണങ്ങൾക്കെതിരെ അറസ്റ്റ് ചെയ്യപ്പെട്ട KM ഷാജഹാനെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. KJ ഷൈൻ നൽകിയ പരാതിയിൽ, രണ്ടാമത്തെ പരാതിയിലായിരുന്നു പോലീസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നത്. ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇന്ന് CJM കോടതിയിൽ, എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. ഈ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ കോടതി ചില ചോദ്യങ്ങൾ വളരെ സുപ്രധാനമായിട്ട് പ്രോസിക്യൂഷനോട് ചോദിക്കുകയുണ്ടായി. വളരെ ഒരു തിടുക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കാണിച്ചു എന്ന രീതിയിൽ തന്നെയായിരുന്നു കോടതിയുടെ ഒരു പരാമർശങ്ങളായി വന്നിരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സമയം കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വരെ എത്തിയത്, ഇത്ര സമയം കൊണ്ട് എങ്ങനെയാണ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ചെങ്ങമനാട് SIക്ക് ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു അധികാരം ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒപ്പം ഇതിൽ എവിടെയാണ് ലൈംഗികപരമായ ഒരു പരാമർശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോടതി ചോദിച്ചത് എങ്ങനെയാണ് ഈ ലൈംഗികപരമായ പരാമർശങ്ങളും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു വാക്കല്ലാതെ മറ്റെന്താണ് തെളിവായിട്ട് ഹാജരാക്കാനും മറ്റുമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയുണ്ടായി. എന്തായാലും ഈ കേസിൽ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് ഈ കേസിൽ ഷാജഹാന് ജാമ്യം അനുവദിക്കുന്നത്. 25,000 രൂപയുടെയും 2 പേരുടെയും ആൾജാമ്യം ഉൾപ്പെടെയാണ് ഇതിലൊരു വ്യവസ്ഥകൾ വന്നിട്ടുള്ളത്. ഇതിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കരുത്, കേസിൽ ഇടപെടാൻ ശ്രമിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി കോടതി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ വ്യവസ്ഥകളോടുകൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസിന് ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. തിരക്കിട്ട ഒരു നടപടി എന്ന രീതിയിലാണ് കോടതി ഇതിനെ കാണുകയും ചെയ്തത്. തിരിച്ച് കോടതിയിൽ നിന്നിറങ്ങിയ ഷാജഹാനും പറഞ്ഞത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നുണ്ട്, അതിൻ്റെ തെളിവാണിത്. പോലീസിന് തന്നെ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. താൻ അപകീർത്തിപരമായ ഒരു പരാമർശവും KJ ഷൈനെതിരെ നടത്തിയില്ല, ചില ചോദ്യങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് താൻ ചെയ്തത്. കോടതിയും അത് ഈ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ ചോദിച്ചു. ചില ചോദ്യങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നതാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്നത്. അങ്ങനെ ചില ചോദ്യങ്ങളാണ് താൻ ഉന്നയിച്ചത്. പക്ഷേ അതിന് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു. വളരെ തിടക്കിട്ട നടപടിക്ക് താൻ ഇരയാകുകയായിരുന്നു എന്നതാണ് ഷാജഹാൻ ഇതിൽ പ്രതികരിച്ച് താൻ തൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു, ആരെയും ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ശരി.